നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിറകെ സംവിധായകൻ രഞ്ജിത്തിനും നടൻ സിദ്ദിഖിനുമെതിരെ പരാതിയുമായി രണ്ട് താരങ്ങളാണ് വന്നത്. ഒന്ന് ബംഗാളി നടി, രഞ്ജിത്തിനെതിരെ ശ്രീലേഖ മിത്ര എന്ന നടിയും സിദ്ദിഖിനെതിരെ രേവതി സമ്പത്ത് എന്ന സിനിമാ താരവും വന്നു. ഇങ്ങനെ ഈ രണ്ട് ഒരു സംവിധായകനും ഒരു നടനും എതിരെയും ഇത്തരത്തിൽ ആരോപണങ്ങൾ വന്നതിൻ്റെ ഫലമായി സർക്കാർ ഈ രണ്ട് കേസുകളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിരിക്കുന്ന കേസുകൾക്കല്ല, ഇങ്ങനെ ഇപ്പോൾ സിദ്ദിഖിനെതിരെയും രഞ്ജിത്തിനെതിരെയും വന്നിരിക്കുന്ന ആരോപണങ്ങൾക്കെതിരെ സർക്കാർ ഇപ്പോൾ ഒരു 7 അംഗ പോലീസ് സേനയെ ഈ കേസ് അന്വേഷിക്കാനായി ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ പോലീസ് സേനയിൽ, അതായത് അണിയറയിൽ ശരിക്കും എന്താണ് നടന്നതെന്ന് അറിയാനായിട്ടാണ് ഇപ്പോൾ ഈ ടീമിനെ നിർണയിച്ചിരിക്കുന്നത്. അതായത് ക്രൈംബ്രാഞ്ചിൽ നിന്ന് ADGP H. വെങ്കടേഷ് ഏറ്റവും നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഈ IPS കേഡറിലെ വളരെ അധികം പേര്, അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം അദ്ദേഹം അന്വേഷിച്ച കേസുകളിലും വളരെ പ്രമാദമായ ചില സാമ്പത്തിക തട്ടിപ്പ് കേസുകളൊക്കെ അന്വേഷിച്ച ആളാണ് H. വെങ്കടേഷ്. രണ്ടാമത്തെ പേര് IG സ്പർജൻ കുമാർ. സ്പർജൻ കുമാർ നിരവധി കേന്ദ്ര ഏജൻസികളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു തരത്തിൽ ഒരു മോശപ്പേരും കേൾക്കാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് സ്പർജൻ കുമാർ. കൂടാതെ ഒരു അജിത് എന്ന SP. ഇതിൽ സ്ത്രീകളായിട്ട് വന്നിരിക്കുന്ന ഇപ്പോൾ അജിത ബീഗം എന്ന് പറയുന്ന പോലീസ് ഓഫീസർ, അവരെ സംബന്ധിച്ച് അവരെ ഈ അന്വേഷിച്ചിട്ടുള്ള കേസുകളൊക്കെ തന്നെയും വളരെ മനോഹരമായി കൈകാര്യം ചെയ്ത ഒരു പോലീസ് യുവതിയാണ്. രണ്ടാമത് മെറിൻ ജോസഫ് കോട്ടയത്തെ അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ്. അവരെ ഏൽപ്പിച്ച 1-2 കേസുകളിൽ അവർ വളരെ മനോഹരമായി അന്വേഷിക്കുകയും പിന്നീട് ചില രാഷ്ട്രീയ ഇടപെടലുകളുടെ ഫലമായിട്ടാണ് അവർക്ക് അന്ന് ഇതിന് മുമ്പ് അവർ വഹിച്ചിരുന്ന സ്ഥാനത്ത് നിന്ന് ഇറങ്ങേണ്ടി വന്നിരുന്നത്. പിന്നെ AIG G. പൂങ്കുഴലിയും വളരെ പേരുകേട്ട ഒരു ഉദ്യോഗസ്ഥയാണ്. അത് കഴിഞ്ഞിട്ട് ഐശ്വര്യ ഡാങ്ക്രെ തൃശ്ശൂർ കമ്മീഷണർ ആയിരുന്ന സമയത്ത് തൃശ്ശൂരിനെ ശരിക്കും വിറപ്പിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ്. ഇത്തരത്തിൽ ഒരു 8 അംഗ പോലീസ് സേനയെയാണ് ഇപ്പോൾ ശ്രീ രഞ്ജിത്തിനെതിരെയും സിദ്ദിഖിനെതിരെയും ഉണ്ടായ കേസുകൾക്കെതിരെ അന്വേഷണത്തിന്, രഞ്ജിത്തിനും സിദ്ദിഖിനുമെതിരായി ഉണ്ടായിരിക്കുന്ന കേസുകളുടെ അന്വേഷണത്തിന് സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. അതായത് നിലവിൽ ഈ കേസ് ഈ രണ്ടുപേരുടെയും, അതായത് രഞ്ജിത്തിനെതിരെ വരുന്ന ആരോപണത്തിൽ രഞ്ജിത്ത് ശരിക്കും മന്ത്രിയുടെയും സർക്കാരിൻ്റെയും ഒരു തണലിൽ രാജിവെക്കാതെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഒടുവിൽ ഒരു അർത്ഥ മനസ്സോടെ സർക്കാരിന് അദ്ദേഹത്തോട് പറയേണ്ടി വന്നു രാജിവെച്ചൊഴിയാൻ. ഇപ്പോൾ രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ശ്രീലേഖ മിത്ര, രഞ്ജിത്ത് ഒരു മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിരിക്കലും രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകൻ ഒരിക്കലും മാപ്പ് പറയില്ല എന്ന് തന്നെയാണ് അണിയറയിൽ പറഞ്ഞു കേൾക്കുന്നത്. ഏതായാലും സിദ്ദിഖിനും രഞ്ജിത്തിൻ്റെയും മുന്നിൽ കടുത്ത ഒരു പരീക്ഷണമായിരിക്കും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സർക്കാർ ഒരു കമ്മീഷൻ രൂപീകരിക്കാതെ ഒരു കമ്മിറ്റി തന്നെ രൂപീകരിച്ചതിൽ വേറെയും പല ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ആ ലക്ഷ്യങ്ങളാണ് തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെതിരെ കേസ് വന്നാൽ അവരെ രക്ഷപ്പെടുത്താൻ ഒരു വേള ചിലപ്പോൾ സർക്കാരിന് കഴിഞ്ഞേക്കും എന്നുള്ളത് കൊണ്ടാണ് റിട്ടയർഡ് ജസ്റ്റിസായ ഹേമയെ കൊണ്ട് ഒരു കമ്മിറ്റി തന്നെ ഇവർ രൂപീകരിച്ചത്. ഏതായാലും ഈ കമ്മിറ്റിക്ക് പുറമെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ 2 കേസുകൾക്കും നടൻ സിദ്ദിഖും രഞ്ജിത്തും ശരിക്കും ഇപ്പ വരയ്ക്കും എന്ന് തന്നെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഹിസ്റ്ററി നാം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. എന്നിരിക്കലും ഇതിൻ്റെയൊക്കെ അവസാന വാക്ക് സർക്കാരായതുകൊണ്ട് നമുക്കൊന്ന് ഒരുപാട് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ പ്രകീർത്തിക്കാനും കഴിയില്ല.